ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കൂന്തൽ കറീൻ്റെ റെസിപ്പിയാണ്. കൂന്തൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. കൂന്തലിനെ ചില കുറേ ആൾ കണവ എന്നാണ് പറയുക, ഞങ്ങൾ കൂന്തൽ എന്നാണ് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കൂന്തലിൻ്റെ കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവും, പക്ഷേ മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അങ്ങനെ അതാ ഉള്ളി നല്ലോണം ഒന്ന് വാടി വരുമ്പം 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. കുറച്ചധികം ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 വലിയ ഉള്ളിയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം ഇതാക്കി വഴന്ന് വരുമ്പം നമ്മളതിലേക്ക് തക്കാളിയും പച്ചമുളകും പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്രയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കണവ എല്ലാവരും നല്ല റൗണ്ടിലാണ് കണവ കട്ട് ചെയ്യുക. ഈ റൗണ്ടിൽ കട്ട് ചെയ്ത ഇത് കൂന്തൽ തിന്നുമ്പോൾ എന്തോ മാതിരിയാണ്. ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യൽ. നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാമല്ലോ, ഇപ്പോൾ ആരും ചോദിക്കാനൊന്നും വരില്ലല്ലോ. അപ്പോൾ അതാ നല്ലോണം അത് മീനിട്ടെടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇപ്പോഴാണ് ഞാൻ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ലാസ്റ്റാണ് ഇടുന്നത്. അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മീനിൽ തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും കൂന്തലിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്ന് ഇളക്കി ഇതാക്കിയിട്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താക്കണം, ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചെടുക്കുമ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് അതിനിടയിൽ, അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പത്തലിനും ദോശക്കൊക്കെ കൂട്ടാണെങ്കിൽ അടിപൊളിയാണ്. മാത്രം ഞങ്ങളിങ്ങനെയല്ല അത് കഴിക്കൽ. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടും കേട്ടോ. തേങ്ങ ചിരകിയത്, അരച്ചതൊന്നുമല്ല. ആ തേങ്ങ ചിരകിയത് ഇട്ടിങ്ങോട്ട് വഴറ്റുമ്പോണ്ടല്ലോ എന്തൊരു നല്ല ടേസ്റ്റ്, അതിൻ്റെ ഒരു മണവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി കൂന്തൽ കറി.